അങ്ങനെ ഞാൻ ചെറിയ രീതിയിലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാൻ നേരെ പോയത് മാൾ റോഡിലാണ്. അപ്പോൾ ഷിംല മാൾ റോഡാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. അതായത് പ്രധാന ആകർഷണ കേന്ദ്രങ്ങളൊക്കെ ഇതിൻ്റെ ചുറ്റുമായിട്ടാണല്ലോ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത് ഹനുമാൻ ടെമ്പിളാണ്. അതായത് നമ്മൾ ഷിംല സിറ്റിയിൽ നിന്നാൽ തന്നെ മുകളിൽ കാണാൻ പറ്റും. അത്ര വലിയ കൂറ്റൻ ഒരു ഹനുമാൻ പ്രതിമയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഹനുമാൻ ടെമ്പിൾ കാണാൻ പോണത് നമ്മൾ ജാക്കു റോപ്പ് എന്ന് പറഞ്ഞ കേബിൾ കാറിലാണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കേബിൾ കാറാണ് ഇവിടുത്തെ കേട്ടോ. ഈ കാറിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഷിംലൻ്റെ ഏകദേശം ഒരു ഫുൾ വ്യൂ നമുക്ക് അതിൻ്റെ മേലെ നിന്ന് കാണാൻ പറ്റും. ഇതിന് ചാർജ് വരുന്നത് ഏകദേശം അപ്പ് ആൻഡ് ഡൗൺ വരുന്നത് ഏകദേശം 500 റുപ്യ. ഈ ജാക്കു ഹിൽസിലുള്ള ഈ ഹനുമാൻ പ്രതിമ ഏകദേശം ഒരു 33 മീറ്ററോളം ഉയരമുണ്ട് കേട്ടോ. അത് 2010 ഇവിടെ ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ കംപ്ലീറ്റ് ആയത്. അപ്പോൾ അധികം പഴക്കമൊന്നുമില്ല, 10-20 വർഷത്തെ പഴക്കം തന്നെ ഉള്ളൂ. ഈ ഹനുമാൻ പ്രതിമ നമ്മൾ ഇതിൻ്റെ തൊട്ട് താഴെ നിന്ന് നോക്കുന്നതിനേക്കാളും ഭംഗിയുള്ളത് നമ്മൾ താഴെ ഷിംല സിറ്റിയിൽ നിന്നിട്ട് മേലെ പോകുമ്പോഴാണ്. അപ്പോൾ അവിടെ നല്ല ഒരു ഒഴിഞ്ഞ മലമുകളിലായിട്ട് നമുക്കിത് നല്ല ഒരു വ്യൂ കാണാൻ പറ്റും. അതേപോലെ ഈ ഹനുമാൻ ടെമ്പിളിൽ നമ്മൾ ഫ്രീ ആയിട്ട് അന്നദാനം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിച്ചു പോകുന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമുക്കൊരു പിടിക്കായിരുന്നു. അങ്ങനെ ഞാൻ ജാക്കു ഹിൽസിലെ കാഴ്ചകളൊക്കെ മതിയാക്കി ഞാൻ താഴെ വരുമ്പോഴാണ് ഇവിടുത്തെ സഞ്ചാരികൾ ആധിക്യം കണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് മൊത്തം ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കാണ്. അപ്പോൾ വെറുതെ അല്ല ഇവിടെ ഇന്നലെ റൂമൊന്നും കിട്ടായിരുന്നു. ഞാൻ വരുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ റോഡിലൊന്നും അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ റൂം കുറവായതുകൊണ്ടായിരിക്കും കിട്ടാത്തതെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ സംഭവം ഒന്നല്ല, അത്യാവശ്യം നല്ല വിസിറ്റേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ പിന്നെ നമുക്കിവിടെ ഷിംലയിലധികം സമയം കളയാല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ അവിടുത്തെ ബസ് പിടിച്ചിട്ട് നമ്മൾ ഇന്നലെ സ്റ്റക്കായി പോയ ബസ് സ്റ്റാൻഡിൽ പോയി. അതായത് ഷിംലയിലെ ന്യൂ ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ മണാലിക്ക് ബസ് ഇട്ടാൻ പോണത്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയുണ്ട് ഈ ലോക്കൽ ബസ്സിൽ നിന്നുള്ള കാഴ്ച. നമ്മൾ ഓൾഡ് ഷിംലയിൽ നിന്ന് ന്യൂ ഷിംല ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. അപ്പോൾ ബസ്സിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ല, നല്ല കോടമഞ്ഞ് മൂടി കിടക്കണ മലഞ്ചെരുവുകളാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഒരു 6 മണിയോട് കൂടിയാണ് മണാലിക്കുള്ള നമ്മൾ HRTCൻ്റെ ലോക്കൽ ബസ് എത്തി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനൊരു 1 മണിയോടെ ഞാൻ ഈ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഈ 6 മണി വരെ ഞാനിവിടെ കട്ട പോസ്റ്റ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ തോന്നി ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വരേണ്ടതില്ല. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഷിംല ഓൾഡ് ഷിംലയെന്ന് ഞാൻ നോക്കിയതുമില്ല എത്ര സമയമുണ്ട്, എപ്പോഴാണ് മണാലിക്കുള്ള ബസ് എന്നുള്ളത്. അങ്ങനെ നമ്മളൊരു 7 മണിയോട് കൂടി നമ്മൾ ഷിംലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിറ്റേന്ന് രാവിലെ ഒരു 5-5:30 ആയപ്പോൾ നമ്മൾ മണാലി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടു. മണാലി ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ തന്നെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്ര ഇരുട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ തന്നെ ടോയ്ലറ്റ് ഉണ്ട്. അവിടുന്ന് ഒരു 20 റുപ്യ എടുത്ത് ഞാൻ ഒന്ന് ഫ്രഷപ്പായി ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചിട്ട് മണാലി കാഴ്ചകളിലേക്ക് ഇറങ്ങാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ചെറിയ രീതിയിലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിച്ചു. അപ്പോൾ ഇനി അടുത്ത പ്ലാൻ എന്താ വെച്ചാൽ താമസത്തിനൊരു സ്ഥലം കണ്ടെത്തുന്നതാണ്. അപ്പോൾ എന്തായാലും 11 മണിയാവും താമസത്തിനൊക്കെ സ്ഥലം കിട്ടാൻ. അപ്പോൾ അതുവരെ ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഒരു ഹിഡിംബദേവി ക്ഷേത്രമുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അടുത്ത് വന്നാൽ. അപ്പോൾ ഒരു പ്രത്യേക രസമുള്ളൊരു സ്ഥലം കേട്ടോ. നമ്മളെ മഹാഭാരതത്തിലെ ഭീമൻ്റെ വൈഫായിട്ടുള്ള ഹിഡിംബദേവിൻ്റെ പേരിലുള്ള ക്ഷേത്രമുണ്ട്. 1553 ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ സമയം ഒരു 10 മണി കഴിഞ്ഞപ്പോൾ ഞാൻ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഞാനൊരു താമസത്തിനുള്ള സ്ഥലം നോക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങി. ഞാൻ ഇന്നലെ booking.com ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ക്ലബ് ഹൗസിൻ്റെ അടുത്താണെന്ന് പറഞ്ഞത്. ഈ റൂട്ടിലാണ്, പോയി നോക്കട്ടെ. നമ്മൾ നേരത്തെ വന്ന റൂട്ട് തന്നെ ഒന്ന് റിട്ടേൺ പോയിരുന്നു. അപ്പോൾ പിന്നെ തിരിച്ചങ്ങോട്ടുണ്ടായിരിക്കും. നമ്മൾ ഹോട്ടലിൽ നിന്ന് എറിഞ്ഞുകൊണ്ട് നടക്കുകയാണ്, ഇതുവരെ കിട്ടിയില്ല. അവിടെ ആ മലൻ്റെ മുകളിലൂടെ ഒരു മഞ്ഞിൻ്റെ കണങ്ങളൊക്കെ കാണാനുണ്ട്. മണാലിക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായത് മഞ്ഞ് മൂടി കിടക്കുന്ന ബിൽഡിങ്ങുകളും റോഡും താഴ്വരകളും എല്ലാം കൂടിയുള്ള ഒരു മണാലിൻ്റെ ചിത്രമാണ്. പക്ഷേ നമ്മൾ വന്ന സമയം തെറ്റിപ്പോയി.
എന്ത് ചെയ്യാം, പാവം പ്രവാസിക്ക് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യണ സമയത്തൊന്നും എത്താൻ പറ്റിക്കോളുന്നില്ല. അപ്പോൾ നമ്മളെ മനസ്സിൽ സ്വപ്നം കണ്ട മണാലി കാണണമെന്നുണ്ടെങ്കിൽ ഒരു ഏപ്രിൽ മാസത്തിന് മുന്നായിട്ട് വരണം. അപ്പോൾ നോക്കുമ്പോൾ ഹിമാലയത്തിൻ്റെ തുഞ്ചത്ത് മാത്രമേ കുറച്ച് മഞ്ഞ് കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നടന്ന് നമ്മളെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമും കാര്യങ്ങളും സെറ്റപ്പൊക്കെ തന്നെയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂം, അതേപോലെ ബെഡ്, കബോർഡ്, കംഫർട്ടർ, ഹീറ്റർ, നല്ല അത്യാവശ്യം വൃത്തിയുള്ള ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 1300 റുപ്യാണ് നമ്മൾ booking.com ചാർജ് ചെയ്ത് കേട്ടോ. അങ്ങനെ ഇതാണ് ഞാൻ താമസിക്കുന്ന കോട്ടേജിൻ്റെ ഉള്ളിൽ നിന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ കേട്ടോ. അപ്പോൾ ഈ കോട്ടേജിൻ്റെ ചുറ്റും എന്ന് പറഞ്ഞാൽ ആപ്പിൾ തോട്ടങ്ങളാണ്. ആപ്പിളൊന്നും പാകമായിട്ടില്ല, ഒക്കെ ഇങ്ങനെ മുട്ടിട്ട് പച്ച കായായിട്ട് വരുന്നുള്ളൂ. അപ്പം അങ്ങോട്ട് കയറി വരുന്ന വഴിയിലൊരു ആപ്രിക്കോട്ടിൻ്റെ മരമുണ്ട്. അത് നല്ല പുറത്ത് ആപ്രിക്കോട്ട് ഉണ്ട്. അത് ഞാൻ ഒരുപാട് കുറുക്കി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കഴുകിയിട്ട് ഇരുന്നടിക്കണം. ഇപ്പം നമ്മളെ കോട്ടേജിൻ്റെ മുന്നിൽ കൂടെ തന്നെ ഒരു നദി ഒഴുകി പോകുന്നുണ്ട്. ഇത് ബിയാസ് നദിൻ്റെ കൈവഴികളിൽപ്പെട്ട ഒന്നാണോ എന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ക്യാബിളൊക്കെ വലിച്ചു കെട്ടിയിട്ട് എന്തൊക്കെ ഒരു ചെറിയ ആളെ പറ്റിക്കൽസൊക്കെ നടത്തുന്നുണ്ട്. അപ്പം അങ്ങനെ കഴിഞ്ഞൊരു 2-3 ദിവസത്തെ ട്രെയിൻ യാത്രയും അതേപോലെ തന്നെ ഉറക്കം മിസ്സായതും എല്ലാം കൂടെ കൂട്ടിയിട്ടൊരു 5-6 ദിവസം ഉറക്കമുള്ളതുകൊണ്ട് ഞാനൊരു 4 മണി വരെ കിടന്നങ്ങ് ഉറങ്ങി. സത്യം പറഞ്ഞാൽ 4 മണിയായത് ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു 4 മണിയോട് കൂടി എണീറ്റ് ഞാൻ ആ ബിയാസ് നദിൻ്റെ കരയിൽ കൂടെ അങ്ങനെ സൈഡിൽ കൂടെ അങ്ങനെ നടന്ന് ആ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നതാണ്. കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിലും ബിയാസ് നദി സർവ്വപ്രതാപിയായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ കുതിരകളൊക്കെ മേഞ്ഞ് കിടക്കുന്നുണ്ട്. ഒരുപാട് സഞ്ചാരികൾ പലയിടത്തായിട്ട് വെള്ളത്തിൽ കളിക്കണമൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് ഈ നദിയൊക്കെ എത്ര അടുത്ത് കാണാനും ഇതിങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. നല്ല തണുപ്പാണെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. ഇവിടെ ഒരു ബലൂൺ റൈഡിൻ്റെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ, ഒരു പാരാഗ്ലൈഡിങ് സെറ്റപ്പിൽ. പക്ഷേ ഇതിൻ്റെ ഒരു ചാർജ് വരുന്നത് ഏകദേശം ഒരു 1500 പെർ ഹെഡ് ആയതുകൊണ്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് വല്ലാതെ ചിന്തിക്കാൻ പോയില്ല. നമ്മളെ ബഡ്ജറ്റിനെ കുറിച്ച് ആലോചിച്ച് ഞാൻ വല്ല പതുക്കെ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഞാനവർ പോണത് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പക്ഷേ പെട്ടെന്നൊന്നും ആകണ ലക്ഷണമൊന്നും കാണുന്നില്ല.
ഏകദേശം ഒരു 10-15 മിനിറ്റായിട്ട് ഇവർ ഈ ബലൂണിക്ക് കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ചെറിയ പ്രശ്നങ്ങളുണ്ട് തോന്നുന്നുണ്ട്, എന്നിട്ട് ആയി വരുന്നില്ല. എന്തായാലും നമ്മൾ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്തു. എന്നെ പോലെ തന്നെ കുറെ ആൾക്കാർ ഇതിന്റെ ചുറ്റും വളരെ അക്ഷമരായിട്ട് കാത്തിക്കുന്നുണ്ട് കേട്ടോ, ഇതിപ്പോ ഒന്ന് ആയി കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ സംഭവം എന്നിട്ട് ബലൂണാണ്ട് പൊന്തി വരുന്നില്ല എന്തായാലും. അപ്പൊ അങ്ങനെ നമ്മളെ ബലൂണ് പതുക്കെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അല്ലാ അല്ലാ. സെറ്റ് സംഭവം സെറ്റായിട്ടോ. ഇനി ഇതിൽ ആരൊക്കെ കയറണമെന്ന് നോക്കട്ടെ. എന്തായാലും നമ്മളെ നാട്ടുകാരൊന്നുമല്ല, പുറമക്കാരൊക്കെയോ ആണ്. എല്ലാവരും കയറി പോയി വരട്ടെ. প্যারাশুটে নিয়ে যাবে পাথরে, ওই যেখানে বরফ আছে সেখানে। ബലൂണിലൊക്കെ കാറ്റൊക്കെ നിറഞ്ഞ് റെഡി ആയിട്ട് സംഭവം സമയം കുറെ ആയിട്ടോ. ഇവർക്ക് സത്യത്തിൽ വലിയൊരു ഐഡിയ ഇല്ല ഒന്നുണ്ട്. നിങ്ങളൊന്നും മാറുന്നതാണ് ഞാൻ നോക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട, നമ്മളെ നാടല്ലല്ലോ, പരിപാടി നടക്കട്ടെ. പോലെ അങ്ങനെ ചെയ്യണം നോക്കാം നമ്മള്. പരിപാടിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഓരോരുത്തരും ഇങ്ങനെ കയറിക്കോളി. യല്ലാ. അങ്ങനെ ഒരു 1.5 മണിക്കൂറിന്റെ കഠിന പരിശ്രമത്തിനൊടുവിൽ നമ്മളെ പാരച്യൂട്ട് അല്ല എന്താ ഈ സാധനത്തിന്റെ പേര് നിനക്കറിയില്ല ശരിക്കും, സംഭവം പൊന്തി തുടങ്ങിയിട്ടുണ്ട്. എവിടെ എത്തുമെന്തോ. എന്തായാലും കുഴപ്പമില്ല, ഇവർ പോയി വരട്ടെ. നമുക്ക് വല്ല പതുക്കെ നീങ്ങാം അവിടെ നിന്ന്. അപ്പം അങ്ങനെ ഓല നമ്മൾ ബലൂൺ കയറ്റി യാത്രയാക്കിയിട്ട് ഞാൻ അവിടുന്ന് പതുക്കെ അങ്ങനെ നടന്നു അടുത്തെന്തൊക്കെ കാഴ്ചകളിൽ നോക്കിയിട്ട്. സത്യം പറഞ്ഞാൽ ഈ മണാലിയിൽ കാഴ്ചകളെക്കാളും കൂടുതൽ ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനാണ് കേട്ടോ.